വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ ദിനത്തിലെ നമ്മുടെ വായന ഭാഗം സദൃശവാക്യങ്ങൾ 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഇയ്യോബിൻ്റെ പുസ്തകം 11 അധ്യായം 1 വാക്യം. അതിന് നയമാത്യനായ സോഫർ ഉത്തരം പറഞ്ഞത്. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരിൽ മൂന്നാമനായിരുന്നു സോഫർ. ഇദ്ദേഹത്തിൻ്റെ പേരിന് വിശേഷണമായി പറഞ്ഞിരിക്കുന്ന പദമാണ് നയമാത്യൻ എന്നത്. നയമാത്യ സോഫറിൻ്റെ ജന്മസ്ഥലം ആയിരുന്നിരിക്കാം. വടക്കു പടിഞ്ഞാറൻ അറേബ്യയിലോ എദോമിലോ ഉള്ള സ്ഥലമായ നാമയിൽ നിന്നാകാം നയമാത്യൻ എന്ന പദം രൂപം കൊണ്ടത്. സോഫറിൻ്റെ ജന്മദേശത്തെക്കുറിച്ചോ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചോ വ്യക്തമായി പറയുക അസാധ്യമാണ്. കാരണം ഇയ്യോബിൻ്റെ പുസ്തകത്തിലല്ലാതെ മറ്റൊരിടത്തും വേദപുസ്തകത്തിൽ സോഫറിനെ കുറിച്ച് പരാമർശിക്കുന്നതേയില്ല. അതിനാൽ തന്നെ ലഭ്യമാകുന്ന വിവരങ്ങളും വിരളമാണ്. എന്നാൽ ഈ പ്രഭാതത്തിൽ സോഫറിൻ്റെ സംഭാഷണത്തിൽ നിന്നും 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട്, തത്വജ്ഞാനിയെപ്പോലെ സംസാരിക്കുന്ന സോഫർ. 2 പ്രാവശ്യം മാത്രമേ ഇയ്യോബുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നുള്ളൂ. 11 അധ്യായവും 20 അധ്യായങ്ങളിലുമാണ് നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ മറ്റുള്ളവരെക്കാൾ അറിവുള്ള ഒരു തത്വജ്ഞാനിയെപ്പോലെയാണ് സോഫർ എപ്പോഴും സംസാരിച്ചിരുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമൊക്കെയാണ്: വാക്ബാഹുല്യത്തിന് ഉത്തരം പറയേണ്ടയോ? വിടുവായൻ നീതിമാനായിരിക്കുമോ? നിന്റെ വായ്പട കേട്ടിട്ട് പുരുഷന്മാർ മിണ്ടാതിരിക്കുമോ? നീ പരിഹസിക്കുമ്പോൾ നിന്നെ ലജ്ജിപ്പിപ്പാൻ ആരുമില്ലയോ? എൻ്റെ ഉപദേശം നിർമ്മലമെന്നും തൃക്കണ്ണിന് ഞാൻ വെടിപ്പുള്ളവനെന്നും നീ പറഞ്ഞുവല്ലോ. അയ്യോ, ദൈവം അരുളി ചെയ്യുകയും നിന്റെ നേരെ അധരം തുറക്കുകയും ജ്ഞാനമർമ്മങ്ങൾ വിവിധ സാഫല്യമുള്ളവ എന്ന് ഗ്രഹിപ്പിക്കുകയും ചെയ്തു എങ്കിൽ എന്ന്. ഇവിടെ ഇയ്യോബ് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ടാണ് ഒരു തത്വജ്ഞാനിയെപ്പോലെ സോഫർ സംസാരിക്കുന്നത്. ഇയ്യോബിനെ നന്നായിട്ട് അറിയാവുന്ന ദൈവത്തിന് മുന്നിൽ, ദൈവത്തെ ആഴമായി മനസ്സിലാക്കിയ ഇയ്യോബിന് മുന്നിൽ സോഫർ ഒരു തത്വജ്ഞാനി ആയി തീരുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, വിപത്തുകൾ അർഹതപ്പെട്ടതാണെന്ന് വരുത്തി തീർക്കുന്ന സോഫർ. ഇവിടെ 11 അധ്യായം 14 വാക്യത്തിൽ സോഫർ ഇപ്രകാരം പറയുന്നു: നിന്റെ കയ്യിൽ ദ്രോഹം ഉണ്ടെങ്കിൽ അതിനെ അകറ്റുക, നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത് എന്ന്. ഇയ്യോബിന് നേരിട്ട വിപത്തുകൾ സ്വാഭാവികമായും ഇയ്യോബിൻ്റെ കുറവ് കൊണ്ടാണെന്നും അതിനാൽ അത് ഇയ്യോബിന് ലഭിക്കേണ്ടത് തന്നെയാണെന്നുമാണ് സോഫർ ഇവിടെ പറയുന്നത്. അങ്ങനെ ഏതു മനുഷ്യനും വിതയ്ക്കുന്നതാണ് ജീവിതത്തിൽ കൊയ്യുന്നതെന്ന പരമ്പരാഗത വിശ്വാസമായിരുന്നു സോഫറിൻ്റെയും വാദഗതിയിൽ ഉണ്ടായിരുന്നത്. ദുഷ്ടന്മാരുടെ ജയഘോഷവും വഷളന്റെ സന്തോഷവും താൽക്കാലികമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിലൂടെ ഇയ്യോബിന് നേരിട്ട നഷ്ടങ്ങൾ താൽക്കാലികമായ സാമ്പത്തിക നേട്ടങ്ങളുടെ നാശമാണെന്നാണ് സോഫർ അഭിപ്രായപ്പെടുന്നത്. ഇയ്യോബിന് ആശ്വാസദായകനായെത്തിയ സോഫർ അതിർവരമ്പുകളും പരിധികളുമൊക്കെ മറികടക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വേദനകൾ പലപ്പോഴും മറ്റൊരാൾക്ക് വേദനയാകില്ല. എൻ്റെ നഷ്ടങ്ങൾ മറ്റൊരാൾക്ക് നഷ്ടവും വരുത്തുകയില്ല. ആ തീവ്രതയുടെ പാരമ്യത്തിൽ പലപ്പോഴും നാം ഒറ്റയ്ക്കാണ് നിൽക്കേണ്ടി വരിക. എന്നാൽ ആ ഒറ്റപ്പെടലിൽ ഇയ്യോബിനെ പോലെ ഉടയവൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ദൈവകൃപയിൽ ശരണപ്പെടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ സഹനവേളയിൽ പലപ്പോഴും ഞങ്ങൾ ഒറ്റയ്ക്കല്ല, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.